ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിൽ ആഗോള മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ഇരു രാജ്യങ്ങളിലെയും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ വർധനയുണ്ടാക്കാൻ സാധിക്കുമെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ പറഞ്ഞു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചു. ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ നടന്ന ചർച്ചയിലാണ് ധാരണ. കരാറിന്റെ ആദ്യഘട്ടത്തിൽ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഹമാസും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും. ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഗാസയിലെ ബന്ദികളുടെ മോചനവും ശാശ്വതമായ വെടിനിർത്തലും ഉടൻ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിര അംഗത്വം ലഭിക്കുന്നതിനുള്ള UKയുടെ പിന്തുണയെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ മിശ്രി വ്യക്തമാക്കി. സാഹിത്യത്തിനുള്ള 2025 നൊബേൽ പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരൻ ലെസ്ലോ ക്രിസ്ന ഹോർക്കയ്ക്ക്. ആധുനിക യൂറോപ്യൻ സാഹിത്യത്തിലെ ശ്രദ്ധേയ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. 2015 മാൻ ബുക്കർ പുരസ്കാര ജേതാവാണ്. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഇന്ന് സമാപനമായി. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സഭയിലെ പ്രതിഷേധ സംഭവങ്ങളെ തുടർന്ന് 3 പ്രതിപക്ഷ MLAമാരെ സസ്പെൻഡ് ചെയ്തു. ഇന്നത്തെ കാര്യപരിപാടിയിലുണ്ടായിരുന്ന ബില്ലുകൾക്ക് പുറമെ നാളെ പരിഗണിക്കാനിരുന്ന ബില്ലുകൾ കൂടി പരിഗണിച്ചാണ് സഭ പിരിഞ്ഞത്. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 9 വരെയുള്ള കാലയളവിൽ ആകെ 11 ദിനങ്ങളാണ് സഭ സമ്മേളിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, JP നഡ്ഡ, നിതിൻ ഗഡ്കരി എന്നിവരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി സന്ദർശിക്കും. വയനാടിന് കൂടുതൽ കേന്ദ്ര സഹായം, കേരളത്തിന് എയിംസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും. സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഭാവിയിൽ അമൃത് സ്റ്റേഷനുകളായി മാറുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് ചങ്ങനാശ്ശേരിയിൽ അനുവദിച്ച സ്റ്റോപ്പ് ചങ്ങനാശ്ശേരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 35 അമൃത് സ്റ്റേഷനുകളാണ് കേരളത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2500 കോടി രൂപ ഇവയ്ക്ക് അനുവദിച്ചിട്ടുണ്ടെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. കുട്ടികളിലെ ചുമയുടെ ചികിത്സയും ചുമമരുന്നുകളുടെ ഉപയോഗവും സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ടെക്നിക്കൽ ഗൈഡ് ലൈൻ പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ്. കേരളത്തിന് പുറത്ത് ചുമമരുന്ന് കഴിച്ചതിനെ തുടർന്ന് നിരവധി കുട്ടികൾ മരണമടഞ്ഞുവെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഇത് സംബന്ധിച്ച് പഠിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് ഉൾക്കൊള്ളിച്ചാണ് സംസ്ഥാനത്തിന് പ്രത്യേകം ഗൈഡ് ലൈൻ പുറത്തിറക്കിയത്. പുനലൂർ അരിപ്പ ഭൂസമരം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ടുവച്ച വ്യവസ്ഥകൾ സമര സംഘടനകൾ അംഗീകരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 35 കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമിയുടെ അവകാശം നിലനിർത്തിക്കൊണ്ടുതന്നെ അരിപ്പ സമരഭൂമിയിൽ പുരയിടവും നിലവും നൽകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പിൽ വൻ തീപിടുത്തം. നിരവധി കടകൾ കത്തിനശിച്ചു. ബസ് സ്റ്റാൻഡിന് സമീപത്തെ KV കോംപ്ലക്സിലെ കടകൾക്കാണ് ഇന്ന് വൈകുന്നേരത്തോടെ തീപിടിച്ചത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ ഡ്യൂട്ടിക്കിടെ ഡോക്ടറെ ആക്രമിച്ച കേസിലെ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ആക്രമണത്തിനെതിരെ ഡോക്ടർമാർ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിച്ചു. 8ാമത് രാഷ്ട്രീയ പോഷൻ മാസത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് പുതിയറ SK പൊറ്റക്കാട് ഹാളിൽ രാവിലെ 10:30 പരിപാടി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും പ്രത്യേക നിർദ്ദേശമുണ്ട്. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 252 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 50 ഓവറിൽ 251 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്കായി റിച്ച ഘോഷ് 94 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക 10 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 34 റൺസ് എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ മരുന്ന് മാറി നൽകിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ വാസ്തവ വിരുദ്ധമെന്ന് RCC. തെറ്റായ മരുന്ന് ഒരു രോഗിക്കും വിതരണം ചെയ്തിട്ടില്ലെന്നും രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും RCC അറിയിച്ചു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ ഈ മാസം 21 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും 12 സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.